സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുകയാണ്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നൊരു സാഹചര്യം നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നിരവധി പ്രദേശങ്ങളും വെള്ളത്തിനടിയിൽ ആയി. കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും വയനാട് ജില്ലയിലുമാണ് ഏറ്റവും കൂടുതൽ ഇത്തവണ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടെ വെള്ളത്തിനടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതോടെ ഉളിക്കൽ ഭാഗങ്ങളിൽ വെള്ളം കയറി. അതുപോലെ തന്നെ താഴ്പ്രദേശങ്ങളായ ഈ താഴെചൊവ്വ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, താഴെചൊവ്വ, കണ്ണൂർ സിറ്റി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രധാനമായും ദേശീയപാതയുടെ ഒരു നിർമ്മാണമാണ് ഈ വെള്ളം കയറുന്നതിന് കാരണം എന്നാണ് കരുതപ്പെടുന്നത്. അതായത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് മണ്ണെടുക്കുന്നതും അതുപോലെ തന്നെ അവിടെ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം താഴ്ത്തുന്നതും ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് വെള്ളം ഈ താഴ്ന്ന പ്രദേശങ്ങൾ, ഈ നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറിയത്. ഏകദേശം താഴെ ചൊവ്വയിൽ ഇന്നലെ ഏകദേശം ഒരു 15-16ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. അവിടെയുള്ളവരെ ഒക്കെ തന്നെയും ഇന്നലെ തന്നെ മറ്റൊരു പ്രദേശത്തിലേക്ക് അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ വെള്ളം താണു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ളവർ വീടുകളിലേക്ക് മാറാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ് നിലവിൽ ഉള്ളത്. ഒപ്പം തന്നെ വയനാട്ടിലേക്ക് പോകുമ്പോൾ വയനാട്ടിൽ ഇന്നലെ മുത്തങ്ങ വനത്തിൽ, അതായത് ഈ അതിർത്തി പ്രദേശമാണ്, വനപ്രദേശമാണ്, അവിടെ മുത്തങ്ങയിൽ ഇന്നലെ കർണാടകയിൽ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ ഒരു പുഴയിൽ, കാവേരി നദിയിൽ ഇന്നലെ വെള്ളം കയറിയതിനെ തുടർന്ന് ആ പ്രദേശങ്ങളിൽ പാലങ്ങളിൽ ഉൾപ്പെടെ വെള്ളം ഉയർന്നതിനെ തുടർന്ന് അവിടെ വെള്ളം കയറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നലെ മുത്തങ്ങയിൽ വനത്തിനുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കർണാടകയിൽ നിന്ന് ഉൾപ്പെടെയുള്ള സഞ്ചാരികളാണ് ഇന്നലെ വനത്തിനുള്ളിൽ കുടുങ്ങിയത്. അവരെ ഈ സേവ് സുൽത്താൻ ബത്തേരി വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവർക്ക് ഭക്ഷണവും വെള്ളവും മറ്റും ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടെ തന്നെ അവരെ രക്ഷപ്പെടുത്താനും, ആ വനത്തിനുള്ളിൽ നിന്ന് രക്ഷപ്പെടുത്താനും അധികൃതർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. കാസർഗോഡും അതുപോലെ തന്നെയാണ്. കാസർഗോഡ് തേജസ്വി പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ എന്നാൽ അല്പസമയമാകുമ്പോഴത്തേക്കും, ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും മഴ കുറഞ്ഞതിനെ തുടർന്ന് അവിടെ വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും കണ്ണൂർ ജില്ലയിൽ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോൾ വെള്ളത്തിനടിയിലാകുന്ന താഴ്ന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ മഴ ഇന്ന് അല്പം കുറഞ്ഞു നിന്നതോടെയാണ് ഇപ്പോൾ അവിടെ വെള്ളം ഇറങ്ങി തുടങ്ങിയത്. ഇന്നലെയൊക്കെ ഓറഞ്ച് അലേർട്ടായിരുന്നു കണ്ണൂരിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഉച്ചയോടെ അതിശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയിൽ പെയ്തത്. അതുകൊണ്ട് തന്നെ ഉച്ചയോടെ തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയും കളക്ടർ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കോഴിക്കോടും വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഉൾപ്പെടെയുള്ള, അതായത് കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ മുഴുവൻ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ വേണമെങ്കിൽ പ്രധാന അധ്യാപകർക്ക് തീരുമാനിക്കാം എന്നാണ് കളക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിലും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും ആദ്യം അവധി പ്രഖ്യാപിച്ചത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിൻ്റെ പിന്നാലെ തന്നെയാണ്, അത് കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് റെഡ് അലേർട്ട് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ പിന്നാലെ തന്നെയാണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നലെ സ്കൂൾ ബസ് ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും വളരെ ഭീതിയോടെ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും കഴിയുന്നത്. അതായത് കഴിഞ്ഞ 2018 ആവർത്തിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ട്. കാരണം ഒരു പ്രളയ സാഹചര്യം മുന്നിൽ കാണുന്ന അതിലൂടെ തന്നെയാണ് ജനങ്ങൾ കടന്നു പോകുന്നത്. വളപട്ടണം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, അതായത് പുഴയോരമാണ്, പുഴ തീരത്താണ്, അവിടെ കീരിയാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇന്നലെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ വളപട്ടണത്തിന് പുറമെ പാനൂർ, പെരിങ്ങത്തൂർ ഭാഗം, ഒപ്പം തന്നെ ഈ പൊന്ന്യം, ചൊക്ലി ഭാഗത്തൊക്കെയും ഇന്നലെ തന്നെ തലശ്ശേരി ഭാഗത്തൊക്കെ ഉൾപ്പെടെ ഇന്നലെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അല്പം മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവിടങ്ങളിലൊക്കെയും വെള്ളം ഇറങ്ങിത്തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അല്പം ആശ്വാസം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ഏതായാലും ഈ മഴ കൂടുന്നതനുസരിച്ച് ഇവിടെയും വെള്ളപ്പൊക്കം ഉയരാനുള്ള സാഹചര്യം തന്നെയാണ്
എല്ലാവരും മുന്നിൽ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമല്ല, കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകൾ ഉൾപ്പെടെ വെള്ളത്തിൽ അടിയനാകുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നലെ അതിശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ പെയ്ത് ഇറങ്ങിയത്. മട്ടന്നൂർ, അതുപോലെ തന്നെ ചെറുപുഴ, ഉളിക്കൽ, ആലക്കോട് ഭാഗത്തുൾപ്പെടെ പാലം തകരുകയും അത്തരത്തിൽ റോഡ് മണ്ണിടിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഈ മട്ടന്നൂർ ഭാഗത്ത് മതിലിടിഞ്ഞ് വീണ് ഇന്നലെ ആ ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു വൈറലായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മട്ടന്നൂരിൽ സ്കൂൾ വിദ്യാർത്ഥികൾ കടന്നു പോകുന്നതിനിടെ മതിലിടിഞ്ഞ് വീണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ആ ഒരു കാഴ്ചയൊക്കെയും ഇന്നലെ കണ്ണൂർ ജില്ലയുടെ മലയോര ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിശക്തമായ ഒരു മഴ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ഇന്നലെ പെയ്ത് ഇറങ്ങിയത്. ഒപ്പം തന്നെ ഈ റോഡിൻ്റെ മതിലിടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം, അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇന്നലെ കണ്ണൂർ ജില്ലയിൽ അനുഭവപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കാലവർഷത്തെ തുടർന്ന് ജില്ലയിൽ അതിരൂക്ഷമായ നാശനഷ്ടങ്ങളും ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജൂൺ 1 മുതൽ നോക്കിയാണെങ്കിൽ 242 വീടുകളാണ് ജില്ലയിൽ തകർന്നിട്ടുള്ളത്. അതായത് ബുധനാഴ്ച മാത്രം ശക്തമായ മഴയിൽ 3 വീടുകളാണ്, അതായത് ഇന്നലെ മാത്രം ശക്തമായ മഴയെ തുടർന്ന് 3 വീടുകളാണ് ജില്ലയിൽ ഭാഗികമായി നാശം സംഭവിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇരിട്ടിയിൽ 2 വീടും പയ്യന്നൂരിൽ 1 വീടുമാണ് ഇന്നലെ മാത്രം തകർന്നത്. അങ്ങനെ നോക്കുമ്പോൾ 242 വീടുകളാണ് ഭാഗികമായും തകർന്നിട്ടുള്ളത്. ജില്ലയിൽ 13 വീടുകൾ പൂർണ്ണമായും തകർന്നു. അതായത് ഈ ജൂൺ 1 മുതൽ അതായത് ജൂൺ 19 മുതൽ വരെയുള്ള കണക്ക് എടുക്കുകയാണെങ്കിൽ 242 വീടുകളാണ് തകർന്നിട്ടുള്ളത്. അതിൽ 242 വീടുകൾ ഭാഗികമായും 13 വീടുകൾ പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഒപ്പം തന്നെ സ്കൂളുകളിൽ ഇന്നലെ ഹാജർ നിലയും കുറവായിരുന്നു. ഇന്നലെ ഓറഞ്ച് അലേർട്ട് ആയതുകൊണ്ട് തന്നെ ഇന്നലെ കളക്ടർ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ ഹാജർ നിലയും ഇന്നലെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറെ ഗതാഗതം തടസ്സപ്പെടുകയും ഒക്കെ ചെയ്തു. കാരണം ഈ സംസ്ഥാന പാതയിൽ മരം പൊരിഞ്ഞ് വീഴുകയും ഒപ്പം തന്നെ ഈ മതിലിടിഞ്ഞ് വീഴുകയും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഗതാഗത തടസ്സവും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പാൽച്ചുരത്തിൽ ഈ പാറ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം. അതായത് പാൽച്ചുരത്തിൻ്റെ 1-ാം വളവിലാണ് ഈ കൂറ്റൻ കരിങ്കല്ല് പാറ ഇടിഞ്ഞ് വീണത്. അത് ഇന്നലെ തന്നെ അറുത്തു മാറ്റുകയും ചെയ്തു, അതായത് പൊടിച്ച് നീക്കുകയും ചെയ്തു. JCB ഉപയോഗിച്ച് അത് ഇന്നലെ തന്നെ പൊടിച്ച് നീക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും വയനാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയാണ് ഈ പാൽച്ചുരം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇന്നലെ അവിടെ ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകാൻ പാടില്ല എന്നും രാത്രിയിൽ ഒരു വാഹനങ്ങൾക്കും അതുവഴി പ്രവേശനമില്ല എന്നാണ് കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരാഴ്ചത്തേക്കാണ് ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോട വീഴുന്ന സ്ഥലമായതിനാൽ രാത്രി കാലങ്ങളിൽ ഒരു ദൃശ്യങ്ങളൊന്നും ലഭിക്കില്ല. അതായത് യാത്രക്കാർക്ക് മുമ്പിലുള്ള കാഴ്ചകളൊന്നും കാണാത്തൊരു സാഹചര്യത്തിൽ ആയതുകൊണ്ട് തന്നെയാണ് ഈ രാത്രി കാലങ്ങളിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പകൽ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായും ചുരത്തിലേക്ക് മണ്ണിടിഞ്ഞ് വീഴാനും അല്ലെങ്കിൽ അതുപോലെയുള്ള പാറക്കല്ലുകൾ ഇടിഞ്ഞു വീഴാനുമുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് വലിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ചെറിയ വാഹനങ്ങൾ, കാറ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകാം. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കൊന്നും നിരോധനമില്ലെങ്കിലും ഇത്തരത്തിലൊരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ ബസ് സർവീസുകളും ആ ഒരു റൂട്ടിൽ ഇപ്പോൾ ബസ് സർവീസുകളും ഇല്ലാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പാൽച്ചുരത്തിലെ നിവാസികൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ നോക്കുമ്പോൾ ഈ മട്ടന്നൂരിലെ ശാന്തിഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഭൂമി വിള്ളൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് വലിയ ഒരു മലയോര പ്രദേശമാണ്. ഈ കണ്ണൂർ ജില്ലയുടെ ഒരു പ്രധാന മലയോര പ്രദേശം തന്നെയാണ് ഈ മട്ടന്നൂർ ഭാഗത്തെ ശാന്തിഗിരി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഇന്നലെ ഒരു ഭൂമി വിള്ളൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഏതായാലും വലിയൊരു ശക്തമായൊരു മഴ തന്നെയാണ് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കണ്ണൂർ ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിൽ ആകെ ഭീതി ഉണർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളം കയറിയിടുന്നതിനും ഇപ്പോൾ ഒരല്പം ആശ്വാസം എന്നോണം വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.